ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാലത്ത് ദോശയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാ ദോശയല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ സാധാ ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. അപ്പോൾ ധ്യാനൂട്ടൻ എണീറ്റിട്ടില്ല. അപ്പോൾ അവന് ബൂസ്റ്റ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. ഇന്നലെ ആണെങ്കിൽ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പാക്കറ്റ് ബൂസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ദോശയൊക്കെ പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ബൂസ്റ്റും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ജാഗിരി പൗഡർ വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് മധുരം ഉണ്ടല്ലോ വിചാരിച്ച് ഞാൻ ഇട്ട് കൊടുക്കണില്ലേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ക്രിസ്പി ആകുമ്പോൾ നമുക്കൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ. അത് ക്രിസ്പി ആയിട്ട് കഴിക്കാനാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. അപ്പം സൈഡൊക്കെ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ എടുക്കുന്നുണ്ട്. എന്നിട്ട് മടക്കി ഒന്നും കൂടി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ക്രിസ്പി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ കഴിച്ചോളൂ കേട്ടോ. അവൻ എണീക്കാറായി. അതൊക്കെ കഴിഞ്ഞിട്ട് അവൻ എണീച്ച് ചായ ഒക്കെ കുടിക്കൽ കഴിഞ്ഞു കേട്ടോ. പിന്നെ പുറത്തേക്ക് വന്നപ്പോൾ നല്ല മഴക്കാറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മഴ പെയ്യുന്നുള്ള രീതിയിലാട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു കേട്ടോ. നല്ല മഴ വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ. അപ്പോൾ ഇങ്ങനെ പുറത്തിങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമാട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ധ്യാനൂട്ടനുണ്ട് കൂടെ. അപ്പോൾ ഇന്ന് കറി വെക്കാൻ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ മീൻകാരൻ വരും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. സാധാരണ ഈ സമയത്താട്ടോ മീൻകാരൻ വരാറ്. അപ്പോൾ ഇന്ന് കണ്ടിട്ടില്ല മീൻകാരനെ. അപ്പോഴാണ് അവൻ പറയുന്നത് തോണി ഉണ്ടാക്കി തരണം പറഞ്ഞിട്ട് അച്ഛമ്മയുടെ അടുത്ത് പോയിട്ടുണ്ട് കേട്ടോ. പേപ്പറൊക്കെ എടുത്ത് കൊടുത്തിട്ട്. അപ്പോൾ അച്ഛമ്മ തോണി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് മഴയത്ത് കളിച്ച പനി വരും, സ്കൂൾ പോവാറായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും അവൻ വാശി പിടിക്കുന്നുണ്ട് തോണി ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ അവൻ്റെ ഒരു ആഗ്രഹമല്ലേ പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടി തോണി ഒഴുക്കാൻ പോവുക കേട്ടോ. അപ്പോൾ മുറ്റത്ത് കുറച്ച് വെള്ളം നിൽക്കണുള്ളൂ കേട്ടോ. അപ്പോൾ തൊപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടാട്ടോ തോണി ഒഴുക്കാൻ പോണത്. അപ്പോൾ തോണി ഒന്നും ഒഴുകണില്ല എന്ന് കണ്ടപ്പോൾ കുട്ടിക്ക് തന്നെ മടുത്തു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടി അകത്തേക്ക് വന്നിട്ട് കയറെടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ മുന്നേ തൊട്ടി കെട്ടിയ കയറാണ് കേട്ടോ. അപ്പോൾ അത് മുറിഞ്ഞിറക്കണം. അപ്പോൾ അത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെടുത്തിട്ട് കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതായിട്ടോ പിന്നെ കുട്ടിയുടെ കളി. അപ്പോൾ അതുമായിട്ട് കുറേ നേരം വെച്ച് കളിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടി പിന്നെ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ അങ്ങനെ കുറേ നേരം കളിക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ വൈകിട്ട് ഞാനും അവനൊക്കെ മേലൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കാൻ പോകും കേട്ടോ. നടക്കാൻ പോണത് അടുത്ത വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ കിച്ചു പറഞ്ഞൊരു കുട്ടിയുണ്ട്. അവനെ കാണാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഇതിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അവനെ കണ്ടില്ല കേട്ടോ പോയപ്പോൾ. അവൻ ട്യൂഷന് പോയിറക്കാണ്. അവൻ പ്രാവശ്യം 10ാം ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അവൻ ട്യൂഷന് പോയിറക്കാണ്. അപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ കോഴി, ലവ് ബേഡ്സ്, പ്രാവ്, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ നോക്കിയിരിക്കുക, അതിൻ്റെ കൂടെയൊക്കെ കളിക്കും കേട്ടോ. പിന്നെ കുറേ ഫിഷുകളുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫിഷിനെ അങ്ങനെ കുറേ നേരം നോക്കിയിരിക്കും കേട്ടോ. ഇപ്പോൾ പുതുതായിട്ട് കുറേ എണ്ണം അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴയതൊക്കെ കുറേ എണ്ണം ചത്തു പോയിട്ടുണ്ടെന്നും പറഞ്ഞു കേട്ടോ. പിന്നെ അവിടെ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയോട് കുറേ നേരം സംസാരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.